സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പച്ചരി കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് സോഫ്റ്റുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്നാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഉണക്കലരി കൊണ്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് നമുക്ക് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ഗ്ലാസ് പച്ചരി നമ്മൾ കാലത്ത് തന്നെ വെള്ളത്തിൽ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ശർക്കര പാനീയം ഒഴിച്ച് നമ്മൾ മിക്സിയിൽ അത് ഇട്ട് അടിച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്നുകൂടി ഒന്ന് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടി ഇടാം ആവശ്യത്തിന്. നമുക്ക് അതുപോലെ തന്നെ ജീരകപ്പൊടി, നമുക്ക് ഏലക്കാപ്പൊടി ഇടാം. ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. നമ്മളിനിയും ഇതിലേക്ക് ലേശം എള്ളും കൂടി ഇടാണ്. നമ്മൾ നാളികേരം വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞിടാം, ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഞാൻ ഇടുന്നില്ല എന്തായാലും നാളികേരം. എള്ള് ഇട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. നമ്മളതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മലരും പഴം കൂടി അടിച്ചതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതെടുത്ത് അടച്ച് വെക്കാം, ഒന്ന് സെറ്റാവട്ടെ. സെറ്റായിട്ട് നമുക്ക് കരയിൽ നെയ്യ് ഒഴിച്ച് നമുക്ക് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഈ കൂട്ട് അതിനകത്ത് ഒഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. നല്ല സോഫ്റ്റുള്ള ഉണ്ണിയപ്പം പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടുന്നതാണ്. നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി നെയ്യ് ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഒഴിക്കാം. നമുക്ക് നമ്മളിത് വീട്ടിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അധികം ടൈമൊന്നും വേണ്ട നമുക്ക്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക. 4 മണിക്കൊക്കെ നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായയുടെ കൂടെ അല്ലെങ്കിൽ കാപ്പിയുടെ കൂടെ ഒക്കെ കൊടുക്കാൻ നല്ലൊരു പലഹാരമാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കുക വീട്ടിലൊക്കെ. നമ്മൾ എല്ലാ കുഴിയിലും നമ്മളിതുപോലെ ഒഴിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം. നന്നായിട്ട് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ടെടുത്ത് കുത്തിയെടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് നമുക്കിടാം. നമ്മൾ ഇവിടെ എല്ലാ ഉണ്ണിയപ്പവും റെഡിയാക്കി കഴിഞ്ഞു. നല്ല ഉണ്ണിയപ്പമാണ്, പച്ചരി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഉണ്ണിയപ്പമാണ് നമ്മളിത്. നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് കുട്ടികൾ വരുമ്പോൾ ചായയുടെ കൂടെ ഒക്കെ നമുക്ക് കൊടുക്കാം. എന്തായാലും ഇനി ഒരിക്കൽ കൂടി നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ നല്ല വിഭവങ്ങളായിട്ട് ഇനി ഞങ്ങൾ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.